നമസ്കാരം. നാട്ടിൻ പുറത്തേക്ക് സ്വാഗതം. കോഴിക്കോടിന്റെ ചരിത്രത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കല്ലായിപ്പുഴ. നിലമ്പൂർ കാടുകൾ കടന്ന് മലപ്പുറത്തിന്റെ നാട്ടിൻപുറങ്ങളിലൂടെ കോഴിക്കോട് നഗരത്തിലൂടെ അറബിക്കടലിലേക്ക് ഒഴുകുന്ന ജലവാഹിനി. തടി വ്യവസായത്തിന്റെ ഏറ്റില്ലമായിരുന്ന കല്ലായിപ്പുഴ ഒഴുകിയ വഴികളിലാണ് വളർന്നത്. ആ കാഴ്ചകൾക്ക് സമാനതകൾ ഇല്ലാത്ത സൗന്ദര്യവുമുണ്ട്. ആ കാഴ്ചകളിലൂടെയാണ് ഇക്കുറി നാട്ടിൻപുറം തുടങ്ങുന്നത്. കല്ലായിയുടെ സൗന്ദര്യത്തിൽ മതിമറന്നു പോകുന്ന കാറ്റിനെങ്ങനെ മിണ്ടാൻ കഴിയും? നദികളിൽ സുന്ദരിയാണ് കല്ലായി. പുഴയിൽ ഒഴുകി നടക്കുന്ന തടികളാണ് കല്ലായിയുടെ മനോഹാരിതയ്ക്ക് ചന്തം ചാർത്തുന്നത്. തടിക്കൊപ്പം നീങ്ങുന്ന ജലജീവികളും പറവകളും കാഴ്ചകളുടെ വസന്തം തീർക്കുന്നു. പശ്ചിമഘട്ടത്തിലെ ചേരിക്കളത്തൂരിൽ നിന്നാണ് ഉത്ഭവം. കനോലി കനാലിനെ കൂടെ കൂട്ടി അറബിക്കടലിൽ ലയിക്കുന്നിടത്താണ് കോഴിക്കോട്. ഈ പുഴ ചെറുതാണെങ്കിലും ഈ മരവ്യവസായം കൊണ്ടാണ് കല്ലായിപ്പുഴ ലോകത്ത് തന്നെ പ്രസിദ്ധമായ പുഴകളിലൊന്നായി മാറിയിട്ടുള്ളത്. 400 മീറ്ററിലധികം വീതിയുണ്ട് കല്ലായിപ്പുഴക്ക്. എന്നാൽ പിൻകാലത്ത് മരവ്യവസായം കുറഞ്ഞതോടുകൂടി പുഴയുടെ വീതിയിലും ഒക്കെ കുറവ് വരാൻ വേണ്ടി തുടങ്ങി. ആളുകൾ ലാഭം കണ്ടെത്തി പുഴതീരങ്ങൾ കഴിയേറുക, ഇത് കല്ലായിപ്പുഴയുടെ ഒരു നിത്യസംഭവമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായിട്ട് സർക്കാർ നടത്തിയിട്ടുള്ള ഒരു ചെറിയ കയ്യേറ്റ ലിസ്റ്റിൽ 25ഓളം ഏക്കർ ഭൂമിയാണ് ഈ കല്ലായിപ്പുഴ തീരത്ത് നിന്നിട്ട് കയ്യേറ്റമായിട്ട് പിടിച്ചിട്ടുള്ളത്. കല്ലായി പാലത്തിൽ നിന്നാലുള്ള സൂര്യാസ്തമയ കാഴ്ച അതിമനോഹരമാണ്. സായാഹ്ന സൂര്യൻ മറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കല്ലായി ഏറെ സുന്ദരിയായിരിക്കുക. കോഴിക്കോടെത്തുന്നവർ കല്ലായിപ്പുഴ കാണാതെ മടങ്ങിയാൽ പൂർണ്ണതയുണ്ടാകില്ല. ഒരു വെള്ളിനൂല് കണക്കെ കോഴിക്കോടിനെ ചുറ്റിവരിഞ്ഞ് കല്ലായിപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ഇനി തിരുവനന്തപുരത്തെ ഒരു മനോഹര കാഴ്ചയിലേക്കാണ്. നഗരത്തോട് ചേർന്ന് കിടക്കുന്ന വെള്ളായണി കായൽ തീരം. നിരവധി ആളുകളാണ് വെള്ളായണി കായലിന്റെ കാഴ്ചകൾ കാണാൻ ദിവസവും ഇവിടേക്കെത്തുന്നത്. കിരീടം സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിലെ മായാക്കാഴ്ചയായ കിരീടം പാലവും ഇവിടെയാണ്. പുലർച്ചെയും സായാഹ്നവും മനോഹര കാഴ്ചകളാൽ സമ്പന്നമാണ് വെള്ളായണി. കായൽ കാഴ്ചകൾ, കാർഷിക സമൃദ്ധിയുടെ കാഴ്ചകൾ എല്ലാം ചുറ്റിനുമുണ്ട്. ദേശാടന പക്ഷികളടക്കം വന്നുപോകുന്ന സ്ഥലം കൂടിയാണ് പ്രദേശം. ചൂണ്ടയിടാനാണ് കൂടുതൽ. സൺസെറ്റ് അങ്ങനെയൊക്കെ അതുണ്ട്. അതേപോലെ നല്ലതായിട്ട് ഇരിക്കാൻ പറ്റും. ഒന്നും അറിയത്തില്ല, സമയം പോണത് ഒരു കാരണവശാലും അറിയാൻ പറ്റത്തില്ല. എന്തെങ്കിലും ആകുമ്പം എങ്ങനെ നല്ല വൈബായിരിക്കും. ആൾക്കാരും എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ല വൈബ്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇന്ന് കാണുന്നതായിരിക്കില്ല നാളെ കാണുന്ന ആ ഒരു ആംബിയൻസ് മാറും. ഈ ക്ലൗഡിങ് ഇതൊക്കെ മാറുമ്പോഴത്തേക്ക് അതിൻ്റെ ആംബിയൻസ് ഭയങ്കരമായിട്ട് മാറും. ഒരിക്കലും മടുക്കില്ല. ഡെയിലി വരികയാണെങ്കിൽ ഒരു മടുക്കില്ല. നാളെ വരുമ്പോൾ വേറൊരു എൻറ്റയർലി ഒരു പുതിയൊരു ആംബിയൻസ് ആയിരിക്കും. ബേർഡ്സ് ഒരുപാട് വരുന്നുണ്ട്. കുറേ നേറ്റീവ് ബേർഡ്സും അല്ലാതെ പുറത്തുനിന്നുള്ള ബേർഡ്സും വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ സമയത്ത് കുറേ മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്ന സീസണാണിത്.
രാവിലെ, പ്രത്യേകിച്ച് രാവിലെ നല്ല മഞ്ഞുള്ള സമയമാകുമ്പോഴത്തേക്കും നല്ല ഒരു ഫോട്ടോഗ്രാഫി ഇതിന് പറ്റിയൊരു ഇതാണ്. കിരീടം സിനിമയിലൂടെ പ്രസിദ്ധമായ ആ പാലവും ഇവിടെ തന്നെ. കോവളത്തിന് സമീപം കല്ലിയൂർ, വെങ്ങാനൂർ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് വെള്ളായണി തടാകം. കല്ലിയൂർ, വെങ്ങാനൂർ, തിരുവല്ലം ഭാഗങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതും ഈ കായലിൽ നിന്ന് തന്നെ. പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമായി സ്ഥലം വളർന്നെങ്കിലും യാത്രാ സൗകര്യങ്ങളുടെ അപര്യാപ്തത ഒരു പരിമിതിയാണ്. കാഴ്ചകളാൽ സമ്പന്നമാണ് വെള്ളായണിയിലെ സായാഹ്നങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം കഴിയുന്തോറും ആളുകളുടെ എണ്ണം ഇവിടെ വർദ്ധിക്കുന്നതും. ക്യാമറാമാൻ സന്തോഷിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി മലയോരത്തെ ചില വിശേഷങ്ങളിലേക്ക്. ബഫർ സോൺ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക മലയോരവാസികളുടെ ആശങ്കകളാണ്. ഈ ആശങ്ക കുമളിയിലെ ഒരു വ്യാപാരി പങ്കുവയ്ക്കുന്നത് തന്റെ കടയിൽ തൂക്കിയ ഒരു ബോർഡിലൂടെയാണ്. ബഫർ സോൺ ഇഞ്ചി വിൽക്കപ്പെടുമെന്ന ബോർഡിന് പിന്നിലെ കാര്യമെന്തെന്ന് അറിയാം. കുമളിയിൽ പച്ചക്കറിക്കടയിൽ സ്ലേറ്റിൽ എഴുതി തൂക്കിയ ബോർഡ് കടയിൽ സാധനം വാങ്ങാനെത്തിയ ആരോ ആണ് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ആളുകൾ ഷെയർ ചെയ്തതോടെ ജോമോന്റെ കടയും വൈറലായി. ബഫർ സോണിലെ ഇഞ്ചിക്കൊപ്പം ചേനയും ചേമ്പും കാച്ചിലുമൊക്കെ ഇത്തരത്തിലുള്ള ബോർഡുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ വലിയ വലിയ കമ്പനിക്കാരൊക്കെ പരസ്യം ചെയ്യുന്നവർക്ക് പരസ്യം ചെയ്യണമെങ്കിൽ 1 ലക്ഷവും ലക്ഷക്കണക്കിന് രൂപ വേണം. നമ്മൾ വെറുതെ സ്ലേറ്റ് എഴുതിയിട്ട് അത് വൈറലായി, അങ്ങനെ എഴുതിയിട്ടാണ്. ബഫർ സോണിൻ്റെ ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് ആയതുകൊണ്ട് ആ പേരങ്ങനെ എഴുതിയിട്ട്. ഇടതുപക്ഷ സർക്കാരിന്റെ എല്ലാം ശരിയാകുമെന്ന പ്രഖ്യാപനം പോലും കടയിലെ സ്ട്രീറ്റിലുണ്ട്. ചീര കഴിക്കൂ, എല്ലാം ശരിയാകും. ടമാർ പടാർ പപ്പടം, ഇടിവെട്ട് നാടൻ തക്കാളി, BIS ഹോൾമാർക്കുള്ള ക്യാരറ്റ്, ദൈവത്തെ ഓർത്ത് ഇനി വരുമ്പോൾ ഒരു സഞ്ചി കൂടി കൊണ്ടുവരൂ എന്നിങ്ങനെ നീളുന്നു ജോമോന്റെ പരസ്യങ്ങൾ. 30 വർഷത്തോളമായി പച്ചക്കറി വ്യാപാര മേഖലയിലുണ്ടെങ്കിലും കഴിഞ്ഞ 3 വർഷമായിട്ടാണ് ഇത്തരത്തിൽ കൗതുകമുണർത്തുന്ന ബോർഡുകൾ ജോമോൻ എഴുതി തുടങ്ങിയത്. ന്യൂസ് 18 ഇടുക്കി. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടേബിൾ ഫാൻ നാവുകൊണ്ട് പിടിച്ചു നിർത്താനാകുമോ? അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ അങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു യുവാവുണ്ട് തൊടുപുഴയിൽ. കുമ്മങ്കല്ല് സ്വദേശി താജ് കറങ്ങുന്ന ഫാൻ നാവുകൊണ്ട് കറങ്ങുന്നത് നിർത്തി ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കാനുള്ള ലക്ഷ്യത്തിലാണ്. ഹൈസ്പീഡിൽ കറങ്ങുന്ന ടേബിൾ ഫാനുകൾ കൈകൊണ്ട് തൊടുവാൻ പോലും പേടിയാകുമ്പോഴാണ് തൊടുപുഴ കുമ്മങ്കല്ല് സ്വദേശി താജ് ഈ ഫാനുകളെല്ലാം തന്റെ നാക്കുകൊണ്ട് നിയന്ത്രിക്കുന്നത്. കറുത്ത തുണി കൊണ്ട് കണ്ണ് മൂടിക്കെട്ടിയും ഇദ്ദേഹം ഫാൻ പിടിച്ചു നിർത്തുന്നുണ്ട്. വ്യത്യസ്തമായി എന്തെങ്കിലും അവതരിപ്പിക്കണമെന്ന ചിന്തയാണ് ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് എത്തിച്ചതെന്ന് താജ് പറയുന്നു. ഡ്രൈവറായി ജോലി നോക്കുന്ന ഈ 30-കാരൻ രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ ഫാനുകളെ നിയന്ത്രിക്കുന്നതിനുള്ള പരിശീലനത്തിനായി മാറ്റിവെക്കുകയാണ്. ആദ്യമൊക്കെ നാക്കിൽ ചെറിയ മുറിവ് ഉണ്ടാകുമായിരുന്നുവെങ്കിലും കഠിന പരിശീലനത്തിലൂടെ നാക്ക് സ്വയം നിയന്ത്രണത്തിലാക്കി. ഇപ്പോൾ 2 മിനിറ്റ് 10 സെക്കൻഡ് കൊണ്ട് 75 ഫാനുകൾ നാക്കുകൊണ്ട് നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ 1 വർഷമായി സ്ഥിരമായ പരിശീലനം ഇദ്ദേഹം നടത്തുന്നുണ്ട്. പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൈറ്റുകൾ തോറും ഈ യൂട്യൂബിലൊക്കെ വേൾഡ് റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡിന് പല മൊമെൻറ്റും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഓർത്ത് പ്രത്യേകിച്ച് തൊടുപുഴയ്ക്ക് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. പരിശീലനത്തിന് പൂർണ്ണ പിന്തുണയുമായി കുടുംബവും ഒപ്പമുണ്ട്. നമുക്ക് താല്പര്യക്കുറവൊന്നുമില്ല, പുള്ളിയുടെ പറഞ്ഞ് ശ്രദ്ധിക്കണം, കറണ്ടാണ്, എല്ലാം നമുക്ക് താല്പര്യക്കുറവൊന്നുമില്ല. പിന്നെ നിന്റെ ഇഷ്ടം എന്താണോ അത് റെക്കോർഡ് കിട്ടുന്ന കാര്യമായിട്ട് നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. ഗിന്നസ് ബുക്കിൽ ഇടം നേടുന്നതിനായി മാർച്ച് 3-ന് കോഴിക്കോട് വെച്ച് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് താജ്. ഇതിനായി ഫാനുകൾ സ്വന്തമായി സംഘടിപ്പിക്കണം. എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന താജ് ഫാനുകൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ്. ഇതിനു പുറമെ മിമിക്രിയിലും പാട്ടിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ 30-കാരൻ. ന്യൂസ് 18 തൊടുപുഴ. മലയാള നാടകവേദിയിലെ ഒഴിച്ചുകൂടാനാകാത്ത ജീവിതയാത്രയാണ് നിലമ്പൂർ ആയിഷയുടേത്. ആ ജീവിതം വെള്ളിത്തിരയിലും എത്തിയിരിക്കുന്നു. അരങ്ങുകളിൽ നിറഞ്ഞഭിനയിച്ച അവരുടെ ജീവിതത്തിന് സിനിമയിൽ ഭാവം പകർന്നത് മഞ്ജു വാര്യരാണ്. കഴിഞ്ഞ ദിവസം നിലമ്പൂരുകാർക്കായി അവരുടെ പ്രിയപ്പെട്ട ആയിഷ താത്തയുടെ ജീവിതചിത്രം പ്രദർശിപ്പിച്ചു. ആയിഷ എന്നുള്ള നടിക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി ബഹുമതി എനിക്കത് കിട്ടിയില്ല. കലയ്ക്ക് വേണ്ടി എന്നെ കൊണ്ടാവുന്നത് ചെയ്തതിന്
ഞാൻ ആദരിക്കപ്പെട്ടു. നിലമ്പൂർ ആയിഷയുടെ ജീവിതം തിരശ്ശീലയിൽ മഞ്ജു വാര്യർ പകർന്നാടുമ്പോൾ ആയിഷാത്തയ്ക്കൊപ്പം ആസ്വാദകരും മിഴി നനച്ചു, ചിരിച്ചു, ഒടുവിൽ കൈയടിച്ചു. സിനിമ കണ്ടതിന് ശേഷം പലരും ആയിഷാത്തയെ കെട്ടിപ്പിടിച്ചു. ഓർമ്മകളിലേക്ക് തിരിച്ചു നടന്നെന്ന് സിനിമയ്ക്ക് ശേഷം ആയിഷാത്ത. ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ വന്നു, അറിയാതെ ഞാൻ കണ്ടു നിറഞ്ഞു. ഞാൻ അവിടെയുള്ള കുട്ടികളുടെ കളി, അവർക്ക് ഊഞ്ഞാല് കെട്ടി കൊടുക്കുന്നതും ഒക്കെ ഞാനിങ്ങനെ തീർച്ചയായിട്ടും. നിലമ്പൂർ നഗരസഭ സൗജന്യമായാണ് വയോജനങ്ങളെ തിയേറ്ററിലെത്തിച്ചത്. വിപ്ലവകാരിയായ കലാകാരിയുടെ ജീവിതം പുതിയ തലമുറയ്ക്ക് കാണാൻ ഈ സിനിമ അവസരമൊരുക്കിയെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം. എറണാകുളത്ത് മഞ്ജു വാര്യർക്കൊപ്പം സിനിമ കണ്ട ആയിഷാത്ത പിന്നീട് കുടുംബാംഗങ്ങൾക്കൊപ്പം കണ്ടു. മൂന്നാം തവണ വയോജനങ്ങൾക്കൊപ്പമാണ് ഈ 87-കാരി നിലമ്പൂർ ഫെയർലാൻഡ് തിയേറ്ററിൽ സിനിമ കാണാനെത്തിയത്. ന്യൂസ് 18 മലപ്പുറം. വയനാട്ടിലെ മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ബയോടെക്നോളജി മ്യൂസിയം ഒരുങ്ങി. ഗ്രാമീണ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് ബയോടെക്നോളജിയിൽ അഭിരുചി സൃഷ്ടിക്കുകയാണ് മ്യൂസിയം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയാണ് സംസ്ഥാനത്ത് ആദ്യമായി സ്കൂളിൽ മ്യൂസിയം നിർമ്മിച്ചത്. വയനാട് മേപ്പാടി ഹൈസ്കൂളിലാണ് സയൻസ് മ്യൂസിയം. ഗ്രാമീണ മേഖലകളിലെ വിദ്യാർത്ഥികളിൽ ശാസ്ത്ര വിഷയങ്ങളിൽ അഭിരുചിയിലുള്ളവർക്ക് ബയോടെക്നോളജിയിൽ കൂടുതൽ പഠന ഗവേഷണ സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഗവേഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇത്തരം മെഷീനുകൾ നമ്മുടെ സ്കൂളിലെ കൊച്ചുകുട്ടികൾ, നമ്മുടെ സ്കൂൾ മാത്രമല്ല, ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കോളേജുകൾ, ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറിയിലെയും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ്, മെഡിക്കൽ സ്റ്റുഡൻസ് തുടങ്ങിയവരെ ഒക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ മ്യൂസിയം എന്ന് പറയുന്നത്. സയൻസ് മ്യൂസിയം കുട്ടികൾക്ക് പഠന മികവ് നൽകുന്നതായി അധ്യാപകരും വ്യക്തമാക്കുന്നു. ഇങ്ങനെയുള്ള മ്യൂസിയങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ എവിടെയൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ, മാത്രമല്ല വ്യത്യസ്ത മേഖലകളിലുള്ള സയൻറ്റിസ്റ്റുകൾ വന്നിട്ട് അവർക്ക് സെമിനാർ, ഈ ഉപകരണങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സാധ്യതകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും അവർക്ക് വേറിട്ട അനുഭവമാണ്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഈ മേഖലയിൽ പുതിയ സാധ്യതകൾ കണ്ടെത്താനുള്ള അവസരവും സയൻസ് മ്യൂസിയം ഒരുക്കുന്നുണ്ട്. ന്യൂസ് 18 വയനാട്. ചിത്രങ്ങളും കരകൗശല പ്രദർശനവും കലാപരിപാടികളും കൊണ്ട് സമ്പന്നമായിരുന്നു കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് നടന്ന കാഴ്ച ഫെസ്റ്റ്. നാട്ടിൻപുറങ്ങളിലെ അറിയപ്പെടാത്ത കലാപ്രതിഭകൾക്ക് വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാഴ്ച ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം കുന്നുമ്മൽ ആർട്ട് ഫെസ്റ്റ് കാഴ്ച 2023 തൊട്ടിൽപ്പാലത്ത് ആരംഭിച്ചു. ബംഗാളി ചിത്രകാരി കവിത മുഖോപാധ്യായ ചിത്രം വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ചിത്രകല, കരകൗശല പ്രദർശനം, സാംസ്കാരിക സംഗമം, വിവിധ കലാപരിപാടികൾ എന്നിവയാണ് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്നത്. കുന്നുമ്മൽ മേഖലയിലെ 7 പഞ്ചായത്തുകളിലെ കലാകാരന്മാരാണ് ചിത്രങ്ങളും കരകൗശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി എത്തിയിട്ടുള്ളത്. വളരെ പ്രശസ്തമായ പല ചിത്രങ്ങളും ശ്രദ്ധേയമായ ചിത്രങ്ങളും ഈ മേളയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ഞങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അറിയപ്പെടാത്ത നിരവധി കലാകാരന്മാരെയാണ് ആർട്ട് ഫെസ്റ്റിലൂടെ നാടിന് പരിചയപ്പെടുത്താൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നത്. ന്യൂസ് 18 വടകര. നാട്ടിൻപുറത്തിൽ ഇനിയൊരു ഇടവേള. കൃഷിയുടെ പഴയകാല കാഴ്ചകൾ പുനഃസൃഷ്ടിച്ച് ഒരു പ്രദർശനം നടന്നു തിരുവനന്തപുരം നെടുമങ്ങാട്. കൃഷി ദർശൻ എന്ന പേരിൽ നടത്തിയ പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തിയത്. പുരാതനവും പരമ്പരാഗതവുമായ ഉപകരണങ്ങളുടെ ശേഖരം ഒരുക്കിയായിരുന്നു കൃഷിദർശൻ എന്ന പേരിൽ കാർഷിക പ്രദർശനം. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥനായ വലിയമല സുരേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ആദ്യകാല കാർഷികോപകരണങ്ങളുടെ പ്രദർശന സ്റ്റാളുകൾ വേറിട്ട അനുഭവം തന്നെയാണ് നാടിന് സമ്മാനിച്ചത്. കാർഷിക യന്ത്രങ്ങൾ, വിത്ത് സംഭരണികൾ, വീട്ടുപകരണങ്ങൾ എന്നിവയുടെ പ്രദർശനം കൗതുക കാഴ്ചയായി. ഇത് വരും തലമുറകൾക്ക് അറിവ് പകരുന്നതിന് വേണ്ടി, അവർക്ക് കണ്ടറിയുന്നതിന്, ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം ഇവിടെ ഈ നാട്ടിൽ ഉപയോഗിച്ചിരുന്നു എന്ന് ഒരു അറിവ് നൽകുന്നതിനുള്ള ഒരു ചെറിയ എളിയ ശ്രമമാണ്. 3 തലമുറ മുൻപ് ഉപയോഗിച്ചിരുന്ന കാർഷിക ഗാർഹിക ഉപകരണങ്ങൾ നാട്ടുപഴമയുടെ ഓർമ്മകൾ വിളിച്ചോതുന്നതായിരുന്നു.
വിത്തുകൾ ശേഖരിക്കുന്നതിനും ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനും ഉപയോഗിച്ചിരുന്ന വിത്തുകുട്ട, പറ, നാഴി എന്നിവയും കാർഷിക ഉപകരണങ്ങളായ കലപ്പ, കട്ടമരം, നുകം, മരഉരൽ എന്നിവയും വീട്ടുപകരണങ്ങളായ വെറ്റിലച്ചെല്ലം, ഗ്രാമഫോൺ, ഇൻകമിംഗ് ടെലഫോൺ, മണ്ണെണ്ണ വിളക്കുകൾ, തടിയിലെ സേവനാഴി, തടി സ്പൂണുകൾ, റാന്തൽ തുടങ്ങി 250-ലധികം പുരാതന ഉപകരണങ്ങളാണ് കാർഷിക പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയത്. പുതുതലമുറ കണ്ടിട്ടില്ലാത്ത നിരവധി ഉപകരണങ്ങൾ സ്റ്റാളിൽ ഒരുക്കിയത് വേറിട്ട അനുഭവമായി. ന്യൂസ് 18 നെടുമങ്ങാട്. ഇനിയൊരു ചിത്ര പ്രദർശനത്തിലെ കാഴ്ചകളാണ്. ഇടുക്കി കട്ടപ്പനയിൽ നൂറുകണക്കിന് ചിത്രകാരന്മാരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഉപാസന പെയിന്റിംഗ് ഫെസ്റ്റിവലിൽ അനന്തു സാബു മികച്ച ചിത്രകാരനായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ പ്രമുഖ ചിത്രകാരനും ചിത്രകലാ അധ്യാപകനുമായിരുന്ന ഉപാസന നാരായണൻകുട്ടിയുടെ ഓർമ്മയ്ക്കായാണ് ദർശനയുടെ നേതൃത്വത്തിൽ ഉപാസന പെയിന്റിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. 2012 മുതൽ ആരംഭിച്ച പരിപാടി കോവിഡിനെ തുടർന്ന് 2 വർഷം മുടങ്ങിയിരുന്നു. ഈ വർഷം മത്സരം പുനരാരംഭിച്ചപ്പോൾ ആവേശത്തോടെയാണ് കുട്ടികളും മുതിർന്നവരും എത്തിയത്. LKG കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ മത്സരിക്കാം. 8 വിഭാഗങ്ങളിലായാണ് മത്സരം. ബ്രദർ ഫോർത്തൂനാത്തൂസിന്റെ സ്മരണയ്ക്കായി സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്കും മത്സരം നടത്തി. ഇത്തവണ മുതൽ ആരംഭിച്ച ക്ലേ മോഡലിംഗ് മത്സരവും ശ്രദ്ധേയമായി. പാർട്ടിസിപ്പേഷന്റെ എണ്ണമല്ല, അതിന്റെ ഗുണനിലവാരത്തിൽ മാറ്റം വന്നു. അതൊരു വലിയ നേട്ടമായിട്ട് കാണുക. മത്സരത്തിന് മുൻപായി ചിത്രകലാ പരിശീലന ക്യാമ്പും സംഘടിപ്പിച്ചു. മികച്ച ചിത്രകാരനുള്ള ഉപാസന ട്രോഫിക്ക് അനന്തു സാബു അർഹനായി. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് പിലിക്കോട്ടെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ കാഴ്ച ഒരു താറാവിൻ കൂടാണ്. വലിയ താറാവ് പ്രതിമയ്ക്ക് ഉള്ളിലാണ് ഈ താറാവിൻ കൂട് ഒരുക്കിയിരിക്കുന്നത്. ഫാം ടൂറിസം കൂടി ലക്ഷ്യമിട്ടാണ് ഇത്. ജൈവ ഉൽപാദന ഉപാധിയായ സംയോജിത കൃഷിയിലെ മാതൃകാ പദ്ധതിയാണ് പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തയ്യാറാക്കുന്നത്. പൊതുജനങ്ങൾക്ക് നെല്ലും താറാവും ഉപയോഗിച്ചുള്ള സംയുക്ത കൃഷി നേരിട്ട് കണ്ടു മനസ്സിലാക്കാനുള്ള അവസരമൊരുക്കുകയാണിവിടെ. ഇരുമ്പുകൂടിന് മുകളിലായി താറാവ് ശില്പവും അടിഭാഗത്തായി കാഷ്ടം ശേഖരിക്കാനുള്ള സൗകര്യവുമാണ് ഒരുക്കിയിട്ടുള്ളത്. പഠനത്തിനും വിനോദത്തിനുമായി എത്തുന്ന വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും ആകർഷിക്കുന്ന തരത്തിലാണ് താറാവ് കൂടിന്റെ രൂപകൽപ്പന. ഫെബ്രുവരിയിൽ നടക്കുന്ന ഫാം കാർണിവലിന്റെ മുഖ്യ ആകർഷണമായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫാം ടൂറിസവും അതോടൊപ്പം ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കൽ, അതാണ് ഏറ്റവും പ്രധാനം. ജൈവ ജില്ലയെ പ്രഖ്യാപിച്ച കാസർഗോഡ് ജില്ലയിൽ ഇനി വളരെയധികം പ്രാധാന്യമുണ്ട്. ജൈവ ഉൽപാദന ഉപാധികൾ നമ്മൾ ഉണ്ടാക്കി വിൽപ്പന ചെയ്യുക, ഒപ്പം ഫാം ടൂറിസത്തിന്റെ ലക്ഷ്യം. കേന്ദ്രത്തിലെ നെൽവയലിന് സമീപമാണ് കൂട് സ്ഥാപിച്ചത്. കൃഷിയും വിനോദവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഫാം ടൂറിസത്തിന് നല്ല പരിഗണനയാണ് പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം നൽകുന്നത്. ന്യൂസ് 18 പിലിക്കോട്. തൊടുപുഴ നഗരത്തിന് കുളിർമയേകുകയാണ് നഗരപ്രാന്തത്തിലുള്ള അമരംകാവ്. നിരവധി ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ് 4 ഏക്കർ വരുന്ന ഈ പ്രദേശം. കേരളത്തിലെ പൈതൃക സ്വത്തായി കണക്കാക്കിയ 28 കാവുകളിൽ ഒന്നാണ് ഇത്. വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ മരങ്ങൾ ആകാശം തൊട്ടു നിൽക്കുന്ന കാഴ്ച. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ പക്ഷികളും പലതരം പാമ്പുകളും ഔഷധ സസ്യങ്ങളും നിറഞ്ഞ അമരങ്കാവ് അത്ഭുതമുളവാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ മനസ്സും ശരീരവും കുളിരണിയിക്കുന്ന തണുപ്പ് നമ്മളെ പുൽകും. രാജാക്കന്മാരെ വരെ അരിയിട്ട് വാഴിക്കാൻ അധികാരമുണ്ടായിരുന്ന ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്കാണ് കാവിൻ്റെ ഉടമസ്ഥാവകാശം ഇപ്പോഴുള്ളത്. ഇത് കാവിൻ്റെ ചരിത്രപരമായ പ്രാധാന്യമാണ് തെളിയിക്കുന്നത്. നാട്ടുകാർ തന്നെ ഏർപ്പെടുത്തുന്ന ഭരണസമിതിയാണ് കാവിൻ്റെ ചുമതല വഹിക്കുന്നതും. ദേവിയുടെ സാന്നിധ്യം ഈ അമരങ്കാവിൽ ഉൾപ്പെടെ സർവ്വവ്യാപിയായി ഉള്ളതായും ദേവിയുടെ കേശഭാരമായി ഇവിടുത്തെ വള്ളിക്കുടലുകളും ഇവിടുത്തെ ഇലകളും സങ്കല്പിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ഒരു മരങ്ങളും ഒരു വീണുപോകുന്ന ചില്ലകൾ പോലും നശിപ്പിക്കാതെ കാലങ്ങളായി കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് പ്രകൃതിയുടെ ഈ അമൂല്യമായ ജൈവസമ്പത്ത്.
100ഓളം ജീവജാലങ്ങളും അപൂർവ ഇന ഔഷധ സസ്യങ്ങളും നിറഞ്ഞ പ്രകൃതിയുടെ കലവറയാണിവിടം. കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ പൈതൃക സ്വത്തായി കണക്കാക്കിയ 28 കാവുകളിൽ ഒന്നാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. കാവിൻ്റെ സംരക്ഷണത്തിനായി 4 ഏക്കറോളം സ്ഥലം മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഈ കൊച്ചു വനത്തിനുള്ളിൽ 1000-ലധികം വർഷം പഴക്കമുള്ള വൻ വൃക്ഷങ്ങളുമുണ്ട്. മെട്രോ നഗരങ്ങളിൽ താപനില മാറിമറിയുമ്പോൾ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ സന്ദേശമാണ് അമരംകാവ് നൽകുന്നത്. ന്യൂസ് 18 ഇടുക്കി. കൃഷി ലാഭമാണെന്ന് സംശയമില്ലാതെ പറയുന്ന ഒരു യുവ കർഷകനെ പരിചയപ്പെടാം. തൊടുപുഴ ഉടുമ്പന്നൂരിലെ ഷബീർ ജൈവ കൃഷിയിൽ കൊയ്തിരിക്കുന്നത് 100 മേനി. 13 ഇനം പച്ചക്കറികളാണ് ഷബീറിന്റെ തോട്ടത്തിൽ വിളഞ്ഞത്. കൃഷി ലാഭകരമാണോ എന്ന് ഉടുമ്പന്നൂർ സ്വദേശിയായ ഷബീറിനോട് ചോദിച്ചാൽ അധികം ആലോചനയുമൊന്നുമില്ലാതെ അതേ എന്ന മറുപടിയാകും ഇദ്ദേഹം പറയുക. ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ വരിക്കമറ്റം എന്ന പ്രദേശം 4 വശവും തേക്ക് പ്ലാന്റേഷൻ നിറഞ്ഞ വനത്താൽ ചുറ്റപ്പെട്ട ചെറിയ ഗ്രാമമാണ്. ഇവിടെ നേരിട്ടെത്തിയാൽ ഷബീറിന്റെ മറുപടിയുടെ അർത്ഥമെന്താണെന്ന് അറിയാം. തണ്ണിമത്തൻ, വെണ്ട, പയർ, പടവലം, ചുരയ്ക്ക, തക്കാളി എന്നിവ ഉൾപ്പെടെ 13ഓളം ഇനം പച്ചക്കറികളാണ് ഷബീർ തന്റെ 2.5 ഏക്കറോളം വരുന്ന തരിശുഭൂമിയിൽ വിളയിച്ചത്. തികച്ചും ജൈവ രീതിയിലാണ് കൃഷി. ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ തന്നെ ആദ്യമായി വിപുലമായ രീതിയിൽ തണ്ണിമത്തൻ കൃഷി നടത്തിയ ഇദ്ദേഹം വിജയകരമായി അതിന്റെ വിളവെടുപ്പും നടത്തി. തണ്ണിമത്തൻ മാത്രമല്ല, വിവിധങ്ങളായ പച്ചക്കറികളെല്ലാം കൃഷി ചെയ്ത് അതിനോടൊപ്പം മത്സ്യവും കൃഷി ചെയ്തൊരു സംയോജിത കൃഷിയിലൂടെ വ്യത്യസ്തമായ മാതൃകയാണ് ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ ഷബീർ എന്ന ഈ കർഷകൻ തീർത്തിട്ടുള്ളത്. പച്ചക്കറി കൃഷിക്ക് പുറമെ വിപുലമായ രീതിയിലുള്ള മത്സ്യകൃഷിയും 1 ഹെക്ടറോളം വിസ്തൃതമായ ഈ കൃഷിയിടത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയും മക്കളുമാണ് നമ്മുടെ ഏറ്റവും ഫുൾ സപ്പോർട്ട്. പിന്നെ നമ്മുടെ കൂടെ 3 ചേച്ചിമാരുണ്ട്. അവരുടെ ഏറ്റവും കൂടുതൽ അധ്വാനം അവരുടെയാണ്. നമ്മൾ അധ്വാനിക്കുന്നതിനേക്കാളും കൂടുതൽ അവർ നമ്മുടെ പുറകെ മുൻപന്തിയിലുണ്ട്. വിളവെടുക്കുന്ന പച്ചക്കറികൾ സ്വന്തം സ്ഥാപനത്തിലൂടെയും മറ്റു സർക്കാർ സ്ഥാപനങ്ങളുടെയും തൊടുപുഴ മാർക്കറ്റ് എന്നിവിടങ്ങളിലുമായാണ് വിൽപ്പന നടത്തുന്നത്. പ്രതിമാസം 1 ലക്ഷത്തിലധികം രൂപയാണ് കൃഷിയിൽ നിന്നും ഷബീറിന്റെ വരുമാനം. ന്യൂസ് 18 ഇടുക്കി. ഒരു മേളപ്പെരുക്കത്തോടെയാണ് ഇക്കുറി നാട്ടിൻപുറം പൂർത്തിയാകുന്നത്. ഇടുക്കി വിമലഗിരി സ്കൂളിലെ 18 കുട്ടികളാണ് ചെണ്ടമേളം പഠിച്ച് അരങ്ങേറിയത്. അവരുടെ കൊട്ടിക്കയറ്റം കാണാം. ഇടുക്കി മരിയാപുരം പഞ്ചായത്തിലെ വിമലഗിരി വിമലമാതാ ദേവാലയാങ്കണത്തിൽ തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രധാന പരിപാടികളിലൊന്നായിരുന്നു ചെണ്ടമേളം. 18 പേർ ചേർന്ന് അവതരിപ്പിച്ച ചെണ്ടമേളത്തിന് ചില സവിശേഷതകളുണ്ട്. മേളക്കാരെല്ലാം 10 വയസ്സിൽ താഴെയുള്ളവർ. വിമലഗിരി വിമല LP സ്കൂളിലെ ഈ കുട്ടിക്കൂട്ടത്തിന്റെ പ്രകടനം കാഴ്ചക്കാരിൽ ആശ്ചര്യമുളവാക്കി. കുട്ടികളിലെ സർഗവാസനകൾ പരിപോഷിപ്പിക്കാൻ പ്രധാന അധ്യാപിക ഷാർജറ്റ് ജോസ് മുൻകൈയെടുത്ത് പരിശീലിപ്പിച്ചാണ് ഈ കുട്ടി കലാകാരന്മാരെ അരങ്ങിലേക്ക് എത്തിച്ചത്. ഒരു സന്തോഷമൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ്, അവരെ കൂടുതൽ പഠനത്തിലേക്ക് പ്രചോദനം ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് തുടങ്ങി വെച്ചത്. സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ചെണ്ടമേളക്കാരൻ ഷാജി ഗോപാലിന്റെ ശിക്ഷണത്തിലാണ് കുട്ടികൾ ചെണ്ടമേളം പരിശീലിച്ചത്. വിമലമാതാ ദേവാലയ തിരുനാളിനോടനുബന്ധിച്ച് അരങ്ങേറ്റവും സംഘടിപ്പിച്ചു. വാദ്യമേളങ്ങളിൽ എപ്പോഴും വേറിട്ടു നിൽക്കുന്ന ചെണ്ടമേളത്തിലൂടെ വിമലഗിരിയിലെ കുട്ടിക്കൂട്ടം കൊട്ടിക്കയറിയത് ദേവാലയാങ്കണത്തിലെത്തിയ ആയിരക്കണക്കിന് മേളപ്രേമികളുടെ ഹൃദയത്തിലേക്കാണ്. ന്യൂസ് 18 ഇടുക്കി. നാട്ടിൻപുറം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.